ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫ് സ്റ്റോറീസ്. സോ ഇത് എൻ്റെ റൂംമേറ്റ് ആണ്, എൻ്റെ കൂടെ പഠിക്കുന്നവനാണ്. പേര് പറയണം. എന്റെ പേര് അബ്ദുൽ. നമസ്കാരം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാ, എങ്ങോട്ടാ പോകുന്നത് പറ. എക്സൈറ്റഡ്? എനിക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല, എന്നാലും നിങ്ങൾക്ക് കാണിച്ചൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. സ്റ്റാർ സിംഗർ ഷൂട്ടിനാണ് പോകുന്നത്. അതെ ഗൈസ്, നമ്മൾ ഇന്ന് സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിനാണ് പോകുന്നത്. ഓഡിയൻസ് ആയിട്ടാണ് പോകുന്നത്. എന്തൊക്കെയോ സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നല്ലേ. നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. നിന്റെ ഗസ് എന്താ പറ. ഗസ്സോ? ഷാറുഖ് ഖാൻ. ഷാറുഖ് ഭയങ്കര വലിയ ഗസ്സായി. നമുക്ക് കിങ് ഖാനിനെയൊക്കെ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല. അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ ഗസ് പറയാം. ഓക്കെ, അപ്പൊ നമുക്കൊരു സേഫ് കിട്ടുമല്ലോ. ഏത് നമ്മള് കോളേജിൽ നിന്നാണ് പോകുന്നത്. ബസ് ഉണ്ട് അവിടുന്ന് 12:30. 1 മണി 1:30 ആകുമ്പോഴാണ് അവിടുന്ന് ഷൂട്ടിങ് തുടങ്ങുന്നത്. അപ്പൊ ഭയങ്കര മഴയാണ്. എങ്ങനെയാണെങ്കിലും കോളേജിൽ എത്തണം. എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ വഴിയെ കാണിക്കാം. ഓക്കെ, ബൈ. ഗൈസ്, അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഇവരൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെ ആരും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങ് കിടക്കുന്ന വാൻ കണ്ടു, അതിലായിരിക്കും നമ്മൾ മിക്കവാറും പോകാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റുഡിയോ വെണ്ണലിലാന്നാ പറയുന്നത്. ഇങ്ങനെ നമ്മൾ വാനിലേക്ക് കയറുകയാണ്. ഗൈസ്, ഏത് വാനാന്ന് അറിഞ്ഞൂടാ. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാർ സിംഗറിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ സ്റ്റുഡിയോസ് ആണ്, അബാം സ്റ്റുഡിയോസ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാ ആണെന്ന് തോന്നുന്നു, അല്ലേടാ? ഫുഡ് കഴിക്കാൻ പോവാ. ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. വളരെ മികച്ച ഒരു സമ്പ്രദായമാണ്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഗൈസ്, ഇതാണ് സ്റ്റാർ സിംഗറിന്റെ ഫ്ലോർ. നോക്കൂ. ഗൈസ്, ഇന്ന് ലാലേട്ടനാണ് വരുന്നത് എന്നാണ് പറയുന്നത് സ്റ്റാർ സിംഗർ ഷൂട്ടിന്. എക്സൈറ്റഡ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റാർ സിംഗറിന്റെ ഫ്ലോറിലാണ് ഉള്ളത്. നമ്മളിവിടെ സെക്കൻഡ് ടൈം ആയിട്ടോ വരുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഏപ്രിൽ സമയത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പുതുമയൊന്നും തോന്നുന്നില്ല. പിന്നെ ലാലേട്ടൻ ഉണ്ടെന്ന് പറയുമ്പോൾ വരാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം കുറച്ചേരം പുറത്ത് നിന്ന് പോസ്റ്റായിരുന്നു. പിന്നെയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയപ്പോൾ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുക. ലാലേട്ടന് എൻട്രിക്കായിട്ടുള്ള ആ ഒരു പഞ്ച് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുക. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ദീദി അവിടെ ഇരിക്കുന്നു, ഉഷ ഉടുപ്പ്. അതുപോലെ RJ മിഥുനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളവിടെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മുടെ ലാലേട്ടൻ ഫ്രണ്ടിലെത്തി. എല്ലാവരും ചുറ്റി നിൽക്കുക കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ. നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. എന്നാലും കണ്ടല്ലോ, ഫ്രണ്ടിൽ കണ്ടല്ലോ. നല്ല രസമാണ് കേട്ടോ. പുതിയ മേക്ക് ഓവറൊക്കെ, പുതിയ സിനിമയ്ക്കുള്ള മേക്ക് ഓവറൊക്കെ കാണാൻ നല്ല രസമാണ്.
ഹലോ ഗൈസ്, നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്, നമ്മുടെ പി ജിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പി ജി. അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയ സമയത്ത് ഏകദേശം ഒരു 11:15 ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞത്. നമ്മൾ അങ്ങനെ വലിയ വലിയ രീതിയിലുള്ള വ്ലോഗ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് ഷൂട്ടിംഗ് നടക്കുമല്ലേ, ഷൂട്ടിംഗ് നടക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. പക്ഷേ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കുറേ വീഡിയോസും ക്ലിപ്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വ്ലോഗ് നിങ്ങൾ കാണാൻ പോകുന്നത്. അല്ലേ, നമ്മൾ ലാലേട്ടനെ കണ്ടു, കുറച്ച് ദൂരത്താണെങ്കിലും ലാലേട്ടനെ കണ്ടു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാണണമെന്നുള്ളത്. എന്താ പറയുക, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ആ മനുഷ്യനെ കാണുമ്പോൾ. എന്താ പറയുക, നല്ല സന്തോഷം. ദൂരെ നിന്നാണെങ്കിലും കുറച്ച് അടുത്തുനിന്നാളിലൊക്കെ കണ്ടു, അവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ട് നമുക്ക് ടാറ്റയൊക്കെ തന്നു. പുള്ളിക്കാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു ഓറ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. നമുക്ക് തന്നെ നമ്മൾ സ്വയം ആ ഒരു ഇരുന്നിടത്തുനിന്ന് എണ്ണിച്ചു പോയി. അങ്ങനെയായിരുന്നു നമുക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ട് അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ട ഒരാൾ നമ്മുടെ മുമ്പിൽ നേരിട്ട് വരും. അത് ഇത്രയും വലിയൊരു ആക്ടർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന റെസ്പെക്റ്റും കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു പുള്ളി വന്ന ടൈമിലൊക്കെ. അപ്പം അതിൻ്റെ ക്ലിപ്സൊക്കെ കണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്റ്റാർ സിംഗറിൻ്റെ റാപ്പായിരുന്നു. ഇനി ബിഗ് ബോസ് ഒക്കെ തുടങ്ങാൻ പോകും. അപ്പം ഇന്നായിരുന്നു ഇതിൻ്റെ ഫൈനൽ. ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ. അപ്പം അതിൻ്റെ ഒരു സെലിബ്രേഷൻ എല്ലാം ആയിരുന്നു ഇന്നത്തെ ഒരു പരിപാടി. അപ്പം എന്താ പറയുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ കാണാം ടി വിയിൽ. അപ്പം അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കണ്ട ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.